പുതിയൊടുക്കുക എല്ലാവർക്കും സാധനം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകണമെങ്കിൽ റോബ്ലോക്സിൽ നമ്മൾ കളിക്കുന്നത് ഡ്രൈവിംഗ് എംപയർ എന്ന് പറഞ്ഞ ഗെയിമിലാണ്. ഈ ഗെയിമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇച്ചിരി കോഡ്സ് ഉണ്ട്. ആ കോഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണതാണ്. അതിൽ ഇച്ചിരി പൈസ കിട്ടുന്നുണ്ട്, ഇച്ചിരി കാറ് കിട്ടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണതാണ്. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ അവിടുത്തെ താഴെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഗൈസ്. അതാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ മണ്ടേ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇവിടെ മണ്ടയിൽ ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണില്ലേ, ഇവിടെ സെറ്റിങ്സിൻ്റെ അത് ഈ ഗെയിമിൻ്റെ തന്നെ ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് വന്നിട്ട് ഓക്കെ, അത് നിങ്ങളപ്പോൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇവിടെ കോഡ്സ് എന്ന് പറയാണ്ട് കാണിക്കണേ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കോഡ്സ് എന്ന് പറയുകയാണോ, അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് ടൈപ്പിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ കോഡ്സ് എല്ലാം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഈ വീഡിയോയിൽ. എങ്ങനെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വല്ലതും പറ്റിയാൽ പിന്നെ കോഡ് തെറ്റിപ്പോവും. അപ്പോൾ ആദ്യത്തെ കോഡെന്ന് പറയുകയാണെങ്കിൽ സൂം എന്ന് പറഞ്ഞ കോഡാണ്. ഇസഡ് ഞാൻ പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററാണ്, ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ക്യാപിറ്റൽ ലെറ്ററാണ്. ഇതിൽ ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, ആദ്യം തന്നെ വന്നു ഇങ്ങനെയാണ്. അതായത് ZOOM അതാണ് സൂം എന്ന് പറയണേ. അത് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ ആദ്യം അടിച്ച് ഇൻവാലിഡ് കോഡാണെന്ന് പറയില്ല, അത് സൂം എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കാർ കിട്ടും. ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, അത് കാരണം ഈ 2023 ഫെയർ വേ സൂമർ എന്ന് പറഞ്ഞൊരു വണ്ടി കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി കിട്ടും നമുക്ക്. ഈ വണ്ടിക്ക് അത്യാവശ്യം ഇച്ചിരി സ്പീഡൊക്കെ ഉണ്ട്, കാണണമല്ലോ കേട്ടോ. ഇത് അത്യാവശ്യം ഇച്ചിരി സ്പീഡൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ നമ്മൾ വേറെ കോഡ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ടൈസ് RDC നാസ്കാർ NASCAR നാസ്കാർ 25 കൂടെ അടിച്ചാൽ ശരിയായി. ഇങ്ങനെ RDC നാസ്കാർ 25 എന്ന് അടിച്ചാൽ സ്പേസ് ഒന്നും വേണ്ട ടൈസ്, ഇതുപോലെ അടിച്ചാൽ മതി. അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കണം കേട്ടോ. സബ്മിറ്റ് കൊടുത്താൽ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു നാസ്കാർ കിട്ടും. അത് വെച്ചിട്ട് ലോഡായി ഒരു ടൈസ് അത് ഞാനിത് ലിവറി കയറ്റിയതാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പക്ഷേ മുമ്പ് ഇനി പറഞ്ഞ കുറച്ച് കോഴ്സിലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് മറ്റേ ട്രോഫീസ് കൊടുത്ത് മേടിച്ചാണ്. എത്ര ട്രോഫീസായിരുന്നു മറന്നുപോയി. അപ്പോൾ ഇതാണ് വണ്ടി. ടൊയോട്ടയുടെ ക്യാമറി എന്ന് പറഞ്ഞ വണ്ടിയാണിത്. നമ്മൾ സ്റ്റിക്കറൊക്കെ മാറ്റിയതാണ് ഇച്ചിരി. ഇനി നമ്മൾ എന്തായിരുന്നു നോക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഇച്ചിരി പൈസ കിട്ടുന്ന കോളാണ് ഗൈസ്. ഇതിൽ ഇച്ചിരി ഇതിൽ ഡോളേഴ്സിൽ ഈ ഗെയിമിൽ തന്നെ അതിൽ ഇച്ചിരി പൈസ കിട്ടുന്നതാണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി WHOOPS കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കോഡ്, അതിൽ എത്രയോ ഡോളേഴ്സ് കിട്ടും. പക്ഷേ എന്തായാലും പൈസ നന്നായിട്ട് ഇച്ചിരി കൂടുതൽ കിട്ടും. 50 75 എത്രയൊക്കെ ഒരു ഡോളർ കിട്ടും. ഞാനിത് ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ യു ഓൾറെഡി ക്ലെയിംഡ് എന്ന് പറഞ്ഞ് മണ്ടേ കാണിക്കണതാണ്. ഞാനത് ഓൾറെഡി ക്ലെയിം ചെയ്തേക്കണതാണ്. പിന്നെ അടുത്ത കോഡ് നോക്കുകയാണെങ്കിൽ ഇത് റിയലാട്ടോ. ഇത് റിയലാണ്. ഇത് നോക്കുകയാണെങ്കിൽ 2M ലൈക്സ് LIKES ലൈക്സ്. ഇങ്ങനെ 2 മില്യൺ ലൈക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സബ്മിറ്റ് കൊടുക്കണം. ഇവിടെ സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഈ നിസാൻ ബോൾട്ട് കിട്ടും. നിസാൻ്റെ ഈ ബോൾട്ട് ഇത് ഈ വണ്ടിയിൽ ഇതിനകത്തുള്ള വണ്ടിയില്ലേ, ഇതിനകത്ത് ഓരോരോ വണ്ടികളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇല്ലാത്ത കാറ്റഗറിയിലുള്ള ഈ വണ്ടിയാണ് ഇത്. മറ്റേ നമുക്ക് കിട്ടുന്നതാണ്, അത് മേടിക്കാൻ പറ്റില്ല ഈ വണ്ടി നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിക്കറൊക്കെ ആയിട്ട് ഈ കോഡ് വഴി കിട്ടുന്ന വണ്ടിയാണിത്. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒച്ച ഏൽപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് കോഡ്. ഇതാണ് അപ്പോൾ GTRൻ്റെ ഒച്ച എന്ന് പറയുന്നത്.
ഇത് ഞാൻ ഈ ഒച്ച കുറച്ചിട്ടിട്ട് ഞാൻ ഇങ്ങനെ പറയണത് എന്താ പറയുക ഗൈസ്, ഈ ഗെയിമിൻ്റെ ഒച്ച ഇച്ചിരി കേൾക്കും. അപ്പോൾ ഇച്ചിരി വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി ഇച്ചിരി നന്നാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. ഇനി അടുത്ത കോഡ് നോക്കുകയാണെങ്കിൽ അടുത്ത കോഡ് നാസ്കാർ 100 മില്യൺ. നാസ്കാർ 100 മില്യൺ അടിക്കായിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് ട്രോഫീസ് കിട്ടും ഗൈസ്. 200 ട്രോഫീസ് കിട്ടും. അപ്പോൾ ആ ട്രോഫി വഴിയാണ് ഞാൻ ഞാൻ മുമ്പ് കാണിച്ച നാസ്കാറില്ലേ, ആ നാസ്കാർ ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ആ കോഡ് അടിച്ച് കാണിക്കാം. നാസ്കാർ 100M. നാസ്കാർ 100 മില്യൺ. ഇപ്പോൾ മണ്ടേ കൊടുക്കുകയാണെങ്കിൽ നാസ്കാർ കോഡ് ക്ലെയിംഡ്. ഓൾറെഡി ഞാൻ ക്ലെയിം ചെയ്തേക്കണതാണ്, അത് കാരണം അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അടുത്ത കോഡ് നോക്കുകയാണെങ്കിൽ അടുത്ത കോഡ് 1M പിന്നെ L കൊടുക്കണം കേട്ടോ. L പിന്നെ ക്യാഷ് CASH ക്യാഷ്. ഇങ്ങനെ ഈ കോഡ് തന്നെ അടിക്കണം കേട്ടോ. ഈ കോഡ് അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് അത് ആദ്യം നമുക്ക് ഇൻവാലിഡ് കോഡ് എന്നൊക്കെ കാണിക്കൂട്ടെ. പക്ഷേ ഇതിങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. അത് എൻ്റെ ഇതിൽ ഇൻവാലിഡ് കോഡ് എന്ന് അടിച്ചേക്കണതാണ്. അതിനെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ല, ഞാൻ ഓൾറെഡി ഇത് ക്ലെയിം ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതൊരു റിയലായിട്ടുള്ള കോഡാട്ടോ. ഇത് റിയലായിട്ടുള്ള കോഡാണ്, ഇൻവാലിഡ് കോഡല്ല. ഇൻവാലിഡ് കോഡാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ അതിൽ വരുവാണെങ്കിൽ മുമ്പത്തെ ഇൻവാലിഡ് കോഡൊക്കെ വന്നില്ലേ, ഞാനിത് ഓൾറെഡി ക്ലെയിം ചെയ്തേക്കണതാണ്. എനിക്ക് പൈസ കിട്ടിയതാണ്, എന്നിട്ട് ഞാനിതൊക്കെ ചിലവാക്കി കളഞ്ഞ്. അപ്പോൾ ഇൻവാലിഡ് കോഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്മിറ്റ് കൊടുത്തോണം. അങ്ങനെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി നേരമൊക്കെ കിട്ടും. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിൽ വെഗാസ് 2025 VEGAS അതിന് 2025 ഇങ്ങനെ വെഗാസ് 2000 വെഗാസ് നമ്മൾ എന്തിനു കളഞ്ഞ സാര ഒന്നും കൂടെ എടുക്കാം. വെഗാസ് 2025. ഇപ്പോൾ വെഗാസ് 2025 ഇങ്ങനെ അടിച്ചാൽ നമുക്ക് എത്രയോ പൈസ കിട്ടും ഗൈസ്, എത്രയോ പൈസ കിട്ടും. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തേക്കണതാണ്, ഞാൻ ഒന്നും കൂടെ പറയുവാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ 200K മെമ്പേഴ്സ് ആയിരിക്കാം. 200K മെമ്പേഴ്സ് ഇങ്ങനെ അടിച്ചതേ ഇതല്ല. 200K മെമ്പേഴ്സ് എന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടണേ, 100K മെമ്പേഴ്സ് എന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്തായിരുന്നു ഇച്ചിരി പൈസ കിട്ടും. അങ്ങനെ എത്രയോ പൈസയാണ് ഇതിൽ കൂടുതൽ കിട്ടണേ. 200K മെമ്പേഴ്സ് എന്ന് അടിക്കുകയാണെങ്കിൽ ഇച്ചിരി പൈസ കിട്ടും. പിന്നെ അടുത്ത കോഡെന്ന് പറയുകയാണെങ്കിൽ ബാഡ് ഗൈസ് 2 എന്ന് പറഞ്ഞ് അടിക്കണം. ഇത് സ്പേസ് ഒന്നും വേണ്ട, ബാഡ് ഗൈസ് 2 എന്ന് അടിക്കണം. അപ്പം നമുക്ക് ഇതിൽ ഇതിലപ്പോൾ നമുക്കൊരു വണ്ടി കിട്ടും. ആ വണ്ടി ഞാൻ കാണിച്ചു തരാം. നമുക്കപ്പോൾ ഈ ഒരു ബാഡ് ഗൈസ് 2 ബെറ്ററോ അങ്ങനത്തെ ഒരു പേരുള്ളത് ഈ ഒരു വണ്ടി കിട്ടും. ഈ വണ്ടി കാണുമ്പോൾ തന്നെ എന്തോ തല്ലിപ്പൊളി വണ്ടിയാണ്, പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഗൈസ് വമ്പനാട്ടോ ഗൈസ്. ഇത് വെച്ച് ഞാൻ ഓടിച്ചു നോക്കി. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒച്ച ഒന്ന് കേൾപ്പിച്ച് കാണിക്കാം. ഇതിൻ്റെ ഒച്ച കേട്ടില്ലേ ഗൈസ്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ പവർ ഗൈസ്? പിന്നെ എൻ്റെ ഫ്രണ്ടിലെ ബോണറ്റൊക്കെ തുറക്കുകയാണെങ്കിൽ തുറങ്ങുന്നില്ലല്ലോ. ശരി, അതിനെ പറ്റാത്ത തുറക്കട്ടെ. തുറക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ കാണിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. അപ്പോൾ ഇച്ചിരി തല്ലിപ്പൊളി വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു വണ്ടി. പിന്നെ ഇത്രയും കോഡേ ഉള്ളൂ ഗൈസ്. പിന്നെ കോഡ് നോക്കുകയാണെങ്കിൽ ഏതോളാം, പിന്നെ ഇച്ചിരി കോഡുണ്ട് ഗൈസ്. അത് ഞാൻ ഇപ്പം തന്നെ പറയട്ടെ ഗൈസ്. 1 മിനിറ്റ് അത് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് അടുത്ത കോഡെന്ന് പറയുകയാണെങ്കിൽ
ഇതിൽ ഹാപ്പി എക്സ്മസ് ക്രിസ്മസിൻ്റെ ഷോർട്ട് ഫോമാണ് എക്സ്മസ്. HAPPY ഹാപ്പി എന്നടിക്കണം. ഹാപ്പി പിന്നെ എക്സ്മസ് XMAS എക്സ്മസ് അല്ലേ? അങ്ങനെയാണ് ഹാപ്പി എക്സ്മസ്. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വിൻ്റർ ഫോഴ്സ് സ്നോബോൾ ബൈക്ക് ഒരു ബൈക്ക് നമുക്ക് കിട്ടും. ആ ബൈക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിലതേ ഈ ഒരു ബൈക്ക് കിട്ടും. ഈ ഒരു ബൈക്ക് ഇത് നമുക്ക് അതിൽ ഇച്ചിരി പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. പക്ഷെ നമുക്ക് കിട്ടിയിട്ട് ഇങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത്. എന്നാന്നറിയില്ല ഗൈസ്, ഇതുപോലെയാണ് വണ്ടി ഇരിക്കുന്നത്. എന്തായാലും ഈ ക്രിസ്മസിൻ്റെ ഒരു ഇവൻ്റ് ആയിട്ട് കിട്ടിയ ഒരു വണ്ടിയാണിത്. ഇതാണ് ബൈക്ക്. ഫ്രണ്ട് പോകാൻ പറ്റൂട്ടോ ഗൈസ്. അയ്യോ എവിടെയോ പോയി. ഈ വണ്ടിക്ക് ഒച്ച ഉണ്ടോന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒച്ച ഉണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ് ഈ സ്ക്രീനിൽ ചെറിയ വൈബ്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഗിയർ മാറേണ്ടതിൻ്റെ ചെറിയൊരു വൈബ്രേഷൻ ആട്ടോ ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് കോഡിലോട്ട് പോകാം ഗൈസ്. നെക്സ്റ്റ് കോഡ് എന്ന് പറയുവാണെങ്കിൽ നെക്സ്റ്റ് കോഡ് കോൾ 911 അതാണ് CALL 911 കോൾ 911. അത് അടിക്കുവാണെങ്കിൽ നമുക്ക് $5911 അത്രയും റുപ്പീസ് വെച്ച് നമുക്ക് കിട്ടും. പിന്നെ റുപ്പീസ് അല്ല, ഡോളർ. ഇനി അടുത്ത കോഡ് നോക്കുവാണെങ്കിൽ അടുത്ത കോഡ് ഗോബിൾ. എന്നാ കോഡെന്നറിയില്ല ഗൈസ്. GOBBLE പിന്നെ വീണ്ടും BBLE ഗോബിൾ. ഓക്കെ. ഇനി സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ പ്ലേ. ഇത് നമ്മളിങ്ങനെ ഗോബിൾ കൊടുത്തു. അപ്പം നമുക്ക് ഇതിൽ ട്യൂണിങ് കിറ്റ്സ് ഉണ്ട് ഇച്ചിരി. ഇത് നമ്മൾ വണ്ടിയൊക്കെ ട്യൂൺ ചെയ്യണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. വണ്ടി നമ്മുടെ കയ്യിരിക്കുന്ന ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ കിട്ടുമോ ഗൈസ്. ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം ലോഡ് ആവട്ടെ കേട്ടോ. ഓക്കെ. ഈ വണ്ടിയല്ല നമുക്കിവിടെ സ്വാപ്പ് വെഹിക്കിൾ എന്ന് പറയുകയാണ്. ഇഷ്ടംപോലെ വണ്ടിയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകണമെന്ന് നമ്മുടെ സൂപ്ര കിടക്കാച്ചായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചേക്കണം. അയ്യോ ഞാൻ സൂപ്പർ വരാത്തേ. സൂപ്ര ഇങ്ങനെയൊന്നും അല്ല ഈ സൂപ്പർ ചെയ്യണം. കണ്ടോ ലോഡായി വരുന്നേ ഉള്ളൂ നമ്മുടെ സൂപ്ര. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇച്ചിരി ബോഡി കിറ്റൊക്കെ കിട്ടി നമുക്ക് വലിയ ടെററൊക്കെ ലുക്കാക്കി വെച്ചേക്കും. ഇതാണ് നമ്മുടെ സൂപ്ര. ഇനി സൂപ്രയുടെ ട്യൂണിങ് കിറ്റ് ഇച്ചിരി നമ്മൾ കയറ്റണം. ഇനി ട്യൂണിങ് കിറ്റ്സിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കണം. ഇനി നമ്മളിവിടെ പോകണ ഇൻവിറ്റോറി എന്ന് പറയുകയാണ്. ആ ഇൻവിറ്റോറി പിടിച്ചേക്കുവാണെങ്കിൽ ഇങ്ങനെ കാണും. നമുക്കിങ്ങനെ കുറച്ച് പാർട്സ് കാണും. ഞാൻ ഓൾറെഡി ട്യൂണിങ് കിറ്റ്സ് പറഞ്ഞതാണ്. ഇനി ട്യൂണിങ് കിറ്റ്സ് എന്ന് പറഞ്ഞാണ്. അതിൽ നമ്മളിങ്ങനെ ഞെക്കണം. അപ്പം നമുക്ക് ഇതിൽ ഞാൻ 11 ട്യൂണിങ് കിറ്റ്സ് ഉണ്ട്. അവസാനം എനിക്കൊരു ട്യൂണിങ് കിറ്റ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 10 ട്യൂണിങ് കിറ്റാണ് കിട്ടണേ. അപ്പോൾ ഓപ്പൺ 10X അത് ഓപ്പൺ 10 കൂടെ ഒരുമിച്ച് ഓപ്പണാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നമ്മൾ പോകുകയാണ്. ഇത് നമ്മൾ കുറേ നേരം ടാപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പൊട്ടിക്കണം. നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കണം. ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിക്കണം നോക്കിയാൽ ബൈക്കിൻ്റെ ഇഷ്ടം പോലെ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ അകത്തൊക്കെ ഇതൊക്കെ കയറ്റി വെക്കണം. വണ്ടിക്ക് എത്ര സ്പീഡ് വെക്കും. നമ്മുടെ ഈ സൂപ്പർ ഇച്ചിരി 200 അത്രയ്ക്ക് 200 ഇച്ചിരി മേലെ അത്രയാണ് കിട്ടുന്നത്. ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് തുറക്കുന്ന ഓപ്പൺ ഓൾ എല്ലാം കൊടുത്ത് നമ്മൾ വേഗം. പക്ഷെ എൻ്റെ മുന്നേ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഇപ്പോൾ ട്യൂണിങ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ട്യൂണിങ് കിറ്റ്. അയ്യോ ലോഡ് ഇച്ചിരി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാന്നറിയില്ല. അപ്പോൾ ഇതുപോലെ കയറ്റി നമ്മളിങ്ങനെ വണ്ടി കയറ്റി വെച്ചാൽ ഇവിടുത്തെ സ്പീഡ് ഇച്ചിരിയൊക്കെ കൂടും. അങ്ങനെയാണ്. ഇനി എന്തായിരുന്നു സൂപ്രയുടെ ഒച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. സൂപ്ര ഫാൻസി ഇത് വണ്ടി ഓൾറെഡി വന്നല്ലോ.
സുപ്രയുടെ ജസ്റ്റ് ഒന്ന് ഒച്ച ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. സൈലൻസറിൻ്റെ ഒറ്റയ്ക്കൊക്കെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സുപ്രയുടെ ഒച്ച. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മസ്താങ് ഗൈസ് 2025 തുടങ്ങിയ ഫോർഡ് മസ്താങ് നമ്മൾ ഇച്ചിരി മോഡിഫൈ ചെയ്ത് ഇച്ചിരി ടെററാക്കി വെച്ചേക്കണം. ഇച്ചിരി ക്യൂട്ടാണ് ഗൈസ്. ഇതാണ് ഇച്ചിരി ഇനിയും ഇതിൻ്റെ ഒച്ച ചെയ്ത് കാണിക്കാൻ. ഇതിവിടെ ഡ്രിഫ്റ്റ് അടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഗൈസ് അവിടെ അങ്ങനെ ഇടിച്ചിരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിലൊരു അയ്യോ ഇതിൽ ഈ വണ്ടിയല്ല, അയ്യോ ഈ വണ്ടിയല്ല, ഇത് ഞാൻ ചുമ്മാ കണ്ടപ്പോൾ മേടിച്ചത്. പൈസ കൊടുത്തല്ലേ, ഫ്രീ ആയിട്ടാണ് കിട്ടണേ തോന്നുന്നു. ഇനി വേറൊരെണ്ണമുണ്ട് നമ്മുടെ കയ്യിൽ റിനോൾട്ടിൻ്റെ ഒരു വണ്ടി. ഇത് നമ്മൾ കുറേ വണ്ടി ഒരു 3 വണ്ടി മേടിച്ചിട്ട് അതിങ്ങനെ പാക്കായിട്ടൊരെണ്ണം കിട്ടണതാണ്. ഇനി ഈ വണ്ടിയുടെ ഒച്ച കാണിക്കാം. ഇത് ഇലക്ട്രിക് വണ്ടിയാട്ടോ ഗൈസ്. ഈ വണ്ടിയുടെ ഒച്ച കേട്ടില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് ഏത് വണ്ടിയാണ്? അടുത്തതൊരു വണ്ടി ഉണ്ടല്ലോ. അടുത്തത് എന്ന് പറയുവാണെങ്കിൽ അടുത്തത് ഒരു ഏതോ ഒരു വണ്ടി GT5 എന്നൊക്കെ പറയും. ഏതോ ഒരു വണ്ടിയാണ്. നമ്മൾ ഇച്ചിരി മോഡിഫൈ ചെയ്ത് ഇച്ചിരി സീനാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒച്ച. പിന്നെ വേറെ ഒരു നാസ്കാറുണ്ട് കേട്ടോ ഗൈസ്. ഏതാ ഫോർഡിൻ്റെ മസ്താങ്ങിൻ്റെ ഒരു നാസ്കാറുണ്ട്. ഫോർഡ് മസ്താങ്ങിൻ്റെ ഒരു നാസ്കാർ ഇങ്ങനെ ഉണ്ട്. പിന്നെ അത് കിട്ടുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ മറ്റേ ലൊക്കേഷൻസ് എന്ന് പറയും മണ്ടേ ഇങ്ങനെ ഒരു സംഭവം കാണും. ഞാനിപ്പോൾ ക്ലിക്ക് കാണിച്ചുതരാം. ഞാനിപ്പോൾ കാണിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നം കാണാം. അതിൽ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ റേസസ് എന്ന് പറയണം. റേസസിൽ നമ്മൾ ഇവിടെ സർക്യൂട്ട് എന്ന് പറയണം. ടർബോ സർക്യൂട്ട് അല്ലേ, ഇവിടെ സർക്യൂട്ട് റേസ് എന്ന് പറയണം. അതിൽ നമ്മളിങ്ങനെ കൊടുക്കാതെ നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡിങ് ആട്ടെ. അവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ എത്തും. ഇവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങോട്ടാണ് പോകണേന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്നിട്ട് നമ്മൾ നേരെ ഇവിടെ ചെന്നിട്ട് ഇവിടെ നാസ്കാർ ഹബ്ബിൽ പോയിട്ട് ഇവിടെ എന്താ പറയുക റേസിംഗ് ലോബി അങ്ങോട്ട് ടെലിപ്പോർട്ടാണ്. നേരെ അങ്ങോട്ട് നേരെ ടെലിപ്പോർട്ടായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടെലിപ്പോർട്ടായി നമ്മൾ ഇവിടെ ചെന്നിട്ടുണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളിനി വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണം. ഇവിടെ അല്ലല്ലോ ഇത്. പിന്നെ വേറൊരു സ്ഥലം ഉണ്ടല്ലോ, പക്ഷേ അതില്ലല്ലോ. കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. നാസ്കാർ ഹബ്ബ് അവിടെ പോയിട്ട് കാർ മീറ്റപ്പ് ഹൗസ് ഗ്യാരേജ് ഡീലർഷിപ്പ് ജോബ് ഇവിടെ ചെന്നിട്ട് ഇവിടെ നാസ്കാർ ഇതിൽ ഞാൻ നേരത്തെ വേൾഡ് ഹബ്ബ് അല്ലോ. ഇത് ഡീലർഷിപ്പ് ഞാൻ പോകണം ഗൈസ്. ഡീലർഷിപ്പിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡീലർഷിപ്പ് വേഗം പോട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ ഡീലർഷിപ്പിൽ ചെന്നിട്ടുണ്ട്. ഡീലർഷിപ്പിൽ പോകണമെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ വണ്ടി കാണും. ഇവിടെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് വണ്ടി കാണും ഇവിടെ. അത് നമ്മൾ എടുക്കല്ലേ. നമ്മളിവിടെ പോയിട്ട് ഇച്ചിരി നേരം പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ച് ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്ന കാണാം. അപ്പോൾ ഇച്ചിരി വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കണം. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇച്ചിരി നേരമൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വണ്ടി പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ വണ്ടി നമ്മളിങ്ങനെ പോയിട്ട് എടുക്കുവാണെങ്കിൽ ഇച്ചിരി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും വേണമെങ്കിൽ ഈ വണ്ടി.
ഇങ്ങനെ പിന്നെ നമ്മൾ വേണമെങ്കിൽ റേസിലും ജോയിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വണ്ടി കിട്ടും ഫ്രീ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വണ്ടി എടുക്കാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.